ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നമ്മുടെ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ സൈനിക ഓപ്പറേഷൻ അവർ കൊടുത്ത പേരാണ്. പക്ഷേ ഇപ്പോൾ ആ റൈസിംഗ് ലയൻ ഇരുന്ന് മൂങ്ങുകയാണെന്നാണ് കേട്ടത്. ട്രംപ് ശരിക്കും ഇട്ട് കുടഞ്ഞെന്നും പറയും. എന്താണ് അവസ്ഥ? എന്താണ്? മറ്റേ ജോജി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ജോജിയിലാണ് ഒരു വാക്ക് ഫേമസ് ആയത്, മൈ എന്ന് പറയുന്ന ഒരു വാക്ക്. പിന്നെ അത് ഭയങ്കര ഫേമസ് ആയി. പിന്നെ ആൺ പെൺ വർഗമില്ലാതെ ആ വാക്ക് രഹസ്യമായി വിളിച്ചുകൊണ്ടിരുന്ന ആ വാക്ക് പരസ്യമായിട്ട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് സ്റ്റാർ ഇട്ട് മാറ്റി. നമ്മൾ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, സ്റ്റാർ ഇട്ട് മാറ്റി വെച്ച്. കാരണം അത് പച്ചയ്ക്ക് പറഞ്ഞാൽ പിന്നെ അത് വേറെ വഴിക്കൊക്കെ പോകും ചർച്ചകൾ. അതുകൊണ്ട് അപ്പോൾ ട്രംപിന് കൂടെ ദേഷ്യം വരും. അപ്പോൾ ട്രംപ് എഫ് എന്നുള്ള വാക്കാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്. അത് പുറത്ത് പറയാൻ പറ്റില്ല, പുലഭ്യമാണ്. ട്രംപിന് പറയാം. വിരാട് കോഹ്ലി ബെൻ സ്റ്റോക്സ് എന്ന് വിളിക്കാറുണ്ട്, അതേപോലെയാണ്. അതെ, അത് ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് അത്ര ഇതില്ല. പക്ഷെ ട്രംപ് വിളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ ഒരുപാട് ചുളുക്കി വെച്ചിട്ട് ഒരു വിളിയുണ്ട്, എഫ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്തവണ ട്രംപ് US മറൈൻ എയർക്രാഫ്റ്റിൽ നെതർലാൻഡ്സിൽ നാറ്റോ സബ്മിറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു ചാനൽ വന്നിട്ട് ട്രംപിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇപ്പോഴത്തെ വിഷയം, നിങ്ങൾ ഇറങ്ങി ഇതൊക്കെ പരിഹരിച്ചോ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അപ്പോൾ ട്രംപ് അങ്ങ് രോഷാകുലായി. എന്നിട്ട് ട്രംപ് പറഞ്ഞു, 2 രാജ്യങ്ങളുണ്ട് ഇവിടെ, കുറേ കാലമായി അവർ തമ്മിൽ പ്രശ്നമാണ്, അവർക്ക് അറിയില്ല അവർ എന്ത് എഫ്, അതിൻ്റെ മലയാളീകരിച്ചതാണ് മൈ ചെയ്യുന്നത് എന്ന്. അതായത് അതായത് അച്ചയ്ക്ക് ഇസ്രായേലിനെ ഇറാനെ തെറി വിളിച്ചു, ഇറാനേക്കാൾ കൂടുതൽ ഇസ്രായേലിനെ വിളിച്ചു. കാരണം 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണ്, കുറെ നാൾ കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളിത് അവസാനിപ്പിക്കൂ, എനിക്ക് സമാധാനത്തിന്റെ പാതയാണ് ഇഷ്ടം, എനിക്ക് നോബൽ സമ്മാനം വേണം, അപ്പൊ നിങ്ങൾ ഇത് അവസാനിപ്പിച്ചാൽ അതിന്റെ ഇടയിൽ ഞാനാണ് നിന്നേന്ന് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അവസാനിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവന്മാരെ കേൾക്കണില്ല. നീയൊക്കെ എന്ത് അവിടെ ഇരുന്ന് ചെയ്യുന്നത്? അല്ല, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പുള്ളി ഈ സമാധാനം വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഈ സംഘർഷം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അമേരിക്കയുടെ മറ്റേ സേനാ വിന്യാസം അങ്ങോട്ട് തുടങ്ങിയിരുന്നു. അത് ട്രംപ് അറിഞ്ഞില്ലേ? അതൊന്നും ട്രംപ് അറിഞ്ഞില്ല. അതൊക്കെ ഇനി മറച്ചു വെക്കുമല്ലോ. കാരണം ഈ നൊബേൽ സമ്മാനം കിട്ടുമ്പോൾ ഇതെല്ലാം മറച്ചു വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ സമാധാനപരമായി വെടിനിർത്തൽ സമ്മതിച്ചത് ഞാൻ കാരണമാണ്. 2 രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷെ സത്യം ഇറാന്റെ കാലിൽ ചെന്ന് കമഴ്ന്ന് വീഴുന്നെന്നാണ് പറയുന്നത്. നിങ്ങളിത് അവസാനിപ്പിക്ക്, എനിക്ക് സമ്മാനം വാങ്ങാനുള്ളതാണ്, അതുകൊണ്ട് ഇനി ഈ കാര്യവുമായി മുന്നോട്ട് പോകാം. കാരണം നെതന്യാഹുവിൻ്റെ കൂടെ പോയാൽ ഇപ്പോൾ പച്ചയ്ക്ക് തെറി വിളിച്ചോണ്ട് നെതന്യാഹു അതിൻ്റെ അപ്പുറത്തിൽ തെറി വിളിക്കും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇറാന്റെ കാല് പിടിച്ചപ്പോൾ ഇറാൻ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്താം, പക്ഷേ ഇസ്രായേൽ തുടങ്ങി ഞങ്ങളും തുടങ്ങും. ട്രംപിനോട് പോകാൻ പറ, ട്രംപ് പറയുന്നതൊക്കെ ഇസ്രായേൽ കേൾക്കും, ഞങ്ങൾ കേൾക്കില്ല. പക്ഷേ ഇനിയും ഇസ്രായേൽ ഈ നടപടി സ്വീകരിച്ചാൽ ഞങ്ങളും തുടങ്ങുമെന്നാണ് ഖമനയുടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ട്രംപ് കിളി പോയ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. കാരണം നൊബേൽ സമ്മാനത്തിന് വേണ്ടി അസീം മുനീറിനെ വിളിച്ചു വരുത്തി, അസീം മുനീർ ശുപാർശ ചെയ്യുന്നു, ഭീമമായ ഹർജിയിൽ അസീം മുനീർ ഒപ്പിടുന്നു, പിന്നീട് നടക്കുന്നതൊക്കെ തൻ്റെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നിരിക്കുന്നു, ആണവായുധങ്ങളൊന്നും തകർത്തിട്ടില്ല എന്നുള്ളത്. എന്താണ് ട്രംപിന് സംഭവിച്ചത്? ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിന് ശേഷം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭയങ്കര പ്രതിഷേധത്തിലേക്ക് പോയി. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോയി. ട്രംപ് നേരത്തെ ഒരു ഇംപീച്ച്മെന്റ് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഭരണകാലയളവിൽ അത് അതിജീവിക്കും ട്രംപ്. പക്ഷെ എന്നാലും ട്രംപിന് സാധാരണ പെണ്ണ് കേസിലാണ് ഇത്തരം കാര്യങ്ങൾ പെട്ട് ഇംപീച്ച്മെന്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ വരിക. ഇത് ആദ്യമായിട്ടാണ് ഇമാതിരി ഒരു ഗൗരവമുള്ള വിഷയത്തിൽ പെടുന്നത്. ഗൗരവമുള്ള വിഷയം തന്നെയാണല്ലോ അത്. ശരിക്കും പറഞ്ഞാൽ 79 വയസ്സുണ്ട്. പറഞ്ഞാൽ കഴിഞ്ഞുള്ളൂ. അപ്പോ അങ്ങനെ പറയില്ലേ, ഖമനേയിക്ക് 82 വയസ്സുണ്ട്, ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ചോർന്നതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപ് വലിയ പ്രതിസന്ധിയിലാണ്. രാജ്യത്ത് ജനങ്ങളെ സംഭവം ചെയ്യാനാണെങ്കിലും മറ്റേ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോട് സംസാരിക്കാനാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ മാധ്യമങ്ങൾ ട്രംപിനോട് സംസാരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അതിനകത്ത്. അതായിരിക്കും ട്രംപ് അത്തരത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇസ്രായേൽ ഒരു നടപടി സ്വീകരിക്കുമോ? ഞങ്ങൾക്ക് ഇനി അമേരിക്കയുടെ സഹായം വേണ്ട, അങ്ങനെ പോയാൽ ഇസ്രായേലിനെ പിടിച്ചിരിക്കാൻ പറ്റുമോ? എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? ഒരു രക്ഷയില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒപ്പം മറ്റേ ഇരട്ട പറ്റതുപോലെ വന്ന ഒരു രാജ്യമല്ലേ. അമേരിക്കയുടെ സഹായവും പിന്തുണയും ഇല്ലാണ്ട് ഇസ്രായേലിന് ഒരു പടി മുമ്പോട്ട് പോവില്ല. അമേരിക്ക പറഞ്ഞ പറയുന്ന അപ്പുറം ഇസ്രായേലിന് വരും. ഇത് അമേരിക്കയുടെ മറ്റേ എന്താ പറയുക, ഗുണ്ട, അതാണ് സംഭവം.
അതാണ് ഈ പച്ചത്തറി കേട്ടോണ്ട് നിൽക്കുന്നത്. മറ്റേ നടേശ കൊല്ലണട എന്ന് പറഞ്ഞ് അങ്ങ് പോകത്തുള്ളൂ അമേരിക്ക. നടേശൻ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇസ്രയേലിൻ്റെ ജോലി. ഓ, അത് ഈ ചില ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടെന്നാ, ഈ ദൗർബല്യം നോക്കി തെറി വിളിക്കും. തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിൽക്കുകയും ചെയ്യും. അത് അവർ മുതലെടുക്കും. ട്രംപ് ഇത്ര രോഷാകുലമാകാനുള്ള ഇപ്പൊ ട്രംപിന്റെ വാദം മുഖവിലേക്ക് എടുത്താൽ, അതായത് അമേരിക്ക അവിടെ ആക്രമിക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അമേരിക്ക അത് കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് അങ്ങോട്ട് പടക്കോപ്പുകളൊക്കെ അയച്ചത്. പക്ഷെ അതിന് കാത്തു നിൽക്കാതെ നെതന്യാഹു അവിടെ കയറി അടിച്ചു. അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവരങ്ങോട്ട് തുടങ്ങി വെച്ചില്ലേ, അപ്പോൾ നിങ്ങളായിട്ട് തുടങ്ങി വെച്ചാൽ നിങ്ങളായിട്ട് തന്നെ തീർക്ക് എന്ന് ട്രംപ് പറഞ്ഞു കാണും. അപ്പം നെതന്യാഹുവിന് ഇത് ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേലാത്ത അവസ്ഥയിൽ പെട്ട് കാണും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവസ്ഥ. അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ അതെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഒരു രാജ്യത്തെ പച്ചയ്ക്ക് തെറി വിളിക്കുക എന്നൊക്കെ പറയുന്നത് അയാളുടെ നിലവാരം എത്രയാണ് എന്നുകൂടി അത് പുറത്ത് കാണിക്കുന്നതല്ലേ. ട്രംപിനെ സംബന്ധിച്ച് നമ്മൾ അതൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. വലിയ നിലവാരമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്രയല്ലേ പറ്റുള്ളൂ എന്നോർത്ത് സമാധാനിക്കണം. കാര്യം ട്രംപ് ഇതൊന്നുമല്ല, ഇതിനപ്പുറവും ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നായിരുന്നല്ലോ നമ്മുടെ, അതായത് സ്പേസ് എക്സിൻ്റെ ഇലോൺ മസ്കുമായിട്ടുള്ള. അപ്പോൾ ഇലോൺ മസ്കുമായിട്ടുള്ള സംഘർഷത്തിന് ഇലോൺ മസ്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇയാൾ മുമ്പ് അവിടെ ആത്മഹത്യ ചെയ്തൊരു വ്യവസായിയുണ്ട്. അയാളും ട്രംപുമായിട്ട് ഉറ്റ സുഹൃത്തുക്കളാണ്. ഈ വ്യവസായിക്ക് ഒരു ബലഹീനതയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺപിള്ളേരെ കൊണ്ട് ഏതൊരു ദ്വീപിൽ കൊണ്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക. ട്രംപിനും അതിൽ റോളുണ്ടായിരുന്നു. ട്രംപ് ഈ രണ്ടാമത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് നടത്തിയ ട്വീറ്റുകളിൽ ഈ പറയുന്ന ചങ്ങാതിയുടെ ചില ദൗർബല്യങ്ങളൊക്കെ എനിക്കറിയാം, അയാൾ നല്ലൊരു രസികനാണ് എന്ന രീതിയിലൊക്കെ മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കുഴിതോണ്ടി പൊക്കിയെടുത്തിട്ടുണ്ട്. അല്ല, തന്നെ പൊങ്ങി വന്നു അതൊക്കെ. സ്പേസ് എക്സിക്യൂട്ടീവ് മസ്ക് എന്നെ ട്രംപിനെ അങ്ങ് വിടും. അല്ല, ട്രംപിനെ സംബന്ധിച്ച് അമ്മാതിരി ചെയ്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഒരു തെറിവിളിയൊക്കെ ട്രംപിനെ സംബന്ധിച്ച് ഒന്നുമല്ല. നമ്മളതൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. 79 വയസ്സായ ഒരു വൃദ്ധൻ്റെ ബാലജാബല്യങ്ങളായിട്ട് കരുതി ക്ഷമിക്കണം. പക്ഷേ ക്ഷമിക്കൊക്കെ ഒരു അല്ലേ, എന്തും പറയാമെന്നുള്ള ഒരു വൃത്തികെട്ട മനോഭാവം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ട്രംപ് ഇത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ അമേരിക്കയെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? അങ്ങനെ പറയരുത്. കാര്യം അമേരിക്കയെ സൈനികമായും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും പ്രതിരോധിക്കാൻ കൽപ്പുള്ള രാജ്യങ്ങളുണ്ട്. ഒന്ന് റഷ്യ, ചൈന. പക്ഷേ ഇവരൊന്നും ട്രംപിനെ പോലെ വഴിയെ പോകുന്ന വള്ളിയൊന്നും ചാടി പിടിക്കില്ല. ചൈന അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്കിരിക്കുക. അവരവരുടെ കാര്യങ്ങൾ, അവർ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന, ഇപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഒരു പരിമിതിയുണ്ട്. എല്ലാം അങ്ങോട്ട് വാങ്ങലാണ് മെയിൻ, പുറത്തോട്ട് കൊടുക്കൽ വളരെ കുറവാണ്. പക്ഷേ ചൈന അങ്ങനെയല്ല, ഫുള്ള് എക്സ്പോർട്ടിങ്ങാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അതെ അതെ അതെ, മെയ്ഡ് ഇൻ ചൈന നമ്മൾ പറയുമെങ്കിലും പക്ഷേ മുട്ടുസൂചി മുതൽ അങ്ങ് വിമാനങ്ങൾ വരെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളിപ്പോഴും 4G സഞ്ചരിക്കുക, അവർ 10G പരീക്ഷിക്കാൻ ശ്രമിക്കുക. അതെ, അവിടെ എത്ര അപ്ഡേറ്റഡ് ആണ് അവിടുത്തെ. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് പ്രധാനമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ മേലിൽ അധീശത്വം സ്ഥാപിക്കണം, അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യണം. ഈ താല്പര്യങ്ങളുടെ പുറത്താണ് ഈ മൊത്തത്തിൽ കയറി ഇടപെടുന്നത്. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന എല്ലാ രാജ്യങ്ങളുമായിട്ടും പതുക്കെ ഒട്ടി നിൽക്കുക, അവരുടെ കച്ചവടം അങ്ങോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് ചൈനയുടെ രീതി. റഷ്യ എന്താ ചെയ്യുന്നത്? റഷ്യക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആയുധങ്ങൾ കൊടുക്കും, കാശ് മേടിക്കും, അവരടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷേ അമേരിക്ക ഇങ്ങനെ ട്രംപിനെ പോലുള്ളവരിങ്ങനെ വീരവാദം പറയും, 8ന്റെ പണി മേടിക്കും, അടി ചീത്ത വിളിക്കും. ഇത്രയൊക്കെ നടക്കുന്നു.